ഒരു നേരം വെളുത്തു. എന്ത് രസം ഉറങ്ങുന്ന കാണാൻ. ഉറങ്ങിക്കെത്താൻ ഇവിടെ കോഫിയുടെ പെട്ടെന്ന് വരാതെ. എത്ര പെട്ടെന്ന് രാവിലെ അല്ല ക്രിസ്റ്റി ഇവിടെ നേരത്തെ എഴുന്നേച്ചോ? അല്ല നേരത്തെ വെച്ചിട്ട് ക്രിസ്റ്റി ഇവിടെ ചിലപ്പോൾ താഴെ ഉണ്ടാവും. നോക്കിയിട്ട് വരാം. ഞാനൊരു ദിവസം വരാമെന്ന് വെച്ച് ഫയൽ കംപ്ലീറ്റ് ആക്കാതിരുന്ന ഞാൻ മറ്റന്നാൾ എന്തായാലും വരും. അതിനുള്ളിൽ താൻ ആ ഫയൽ കംപ്ലീറ്റ് ആക്കിയിട്ട് മുമ്പിൽ എത്തിച്ചോണം. താൻ എഴുന്നേച്ചിരുന്ന അങ്ങോട്ട് കോഫി ഉണ്ടായിരുന്നിരിക്കുകയല്ല. അങ്ങനെ താൻ മുതൽ കോഫി കുടി. എടോ ഞാൻ ഉണ്ടാക്കണം താൻ ഉണ്ടാക്കണം ചായ തന്നെ അല്ല. ഇതെല്ലാം മാറിയൊന്നും പോകത്തില്ല. അതുകൊണ്ട് താൻ ചൂടോടാ കുടിക്കാൻ നോക്ക്. പിന്നെ തനിക്കിലോ ചെയ്തതിന് കഷ്ടപ്പാടില്ല. കാരണം താൻ എൻ്റെ ഭാര്യയാണ്. തനിക്കിലോ ചെയ്തതിന് സന്തോഷിക്കത്തേ ഉള്ളൂ. താൻ കോഫി കുടിച്ചിട്ട് റെഡി ആയിട്ട് വന്നൊക്കെ പുറത്തോട്ട് പോകണതാ. അത് വേറൊന്നും എനിക്കിന്ന് ലീവ്. അപ്പൊ അതുകൊണ്ട് നാളെ കമ്പനി പോകണ്ടപ്പോ ഞാൻ വിചാരിച്ചു തന്നെ ഇങ്ങോട്ടൊക്കെ പുറത്തു പോകാനും. അന്ന താൻ റെഡിയായോ? ഒന്നിരുന്നു കറങ്ങണ്ട. അന്ന എന്താ ക്രിസ്റ്റി എന്തെങ്കിലും വേണോ? അന്ന ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേണ്ടത് മാത്രം പറയരുത്. നാളെ മുതൽ താൻ എൻ്റെ കമ്പനി ജോയിൻ ചെയ്യണം. എടോ താൻ വേണ്ടെന്ന് മാത്രം പറയരുത്. തനിക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് എടുത്ത് ഞാൻ ഒന്നും പറയത്തില്ല. എൻ്റെ കമ്പനി തൻ്റെ കമ്പനി. പ്ലീസ് താൻ വേണ്ടെന്ന് മാത്രം പറയരുത്. പക്ഷേ എനിക്ക് സ്റ്റാഫിന്റെ പൊസിഷൻ മതി. പക്ഷേ അല്ല ക്രിസ്റ്റി വേണ്ടത് മാത്രം പറയരുത് പ്ലീസ്. എൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. തൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ താനാണ് ചോദിച്ചത് നമുക്ക്. ക്രിസ്റ്റി താൻ വേണമെങ്കിൽ എൻ്റെ ഒപ്പം കട്ടില കിടന്നു. തനിക്ക് സോഫ കിടന്നു പരിചയം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ഒപ്പം കട്ടില കിടന്നു. എനിക്കറിയാം തന്നെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും. പക്ഷെ താൻ ഇപ്പം ചോദിക്കണ്ട. ഇപ്പം നോക്കണ്ടൊക്കെ ബെഡ് ശരം താൻ എനിക്കിട്ട് ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യം, പക്ഷെ എനിക്ക് വലിയ കാര്യം തന്നെ. പിന്നെ ക്രിസ്റ്റി തൻ്റെ വർക്കാണെങ്കിൽ ഒന്ന് കിടക്കാട്ടോ. അതെനിക്ക് മനസ്സിലായി. താൻ ചെന്നിരുന്നു. അന്ന എന്താ ക്രിസ്റ്റി? അത് വേറൊന്നും അല്ല. താൻ ചെയ്യുമ്പോ ഭയങ്കര ക്യൂട്ട് ലൈക്ക് ബേബി. ക്രിസ്റ്റി അങ്ങനൊന്നും പറയാതെ. ബിക്കോസ് ഐ ആം ഷൈ.